അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേരിട്ടുള്ള ആഭിമുഖ്യത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് SNEC. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ വളരെ വിജയകരമായ അനേകം മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനും ഇപ്പോൾ നിലവിൽ 50-ൽ പരം സ്ഥാപനങ്ങളും നിരവധി സ്ട്രീമുകളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുമുള്ള വലിയൊരു കൂട്ടായ്മയായിട്ട് വളരാനും ഈ സംവിധാനത്തിന് സാധ്യമായിട്ടുണ്ട്. സമസ്തയുടെ കീഴിലുള്ള നിരവധി വിദ്യാഭ്യാസ പദ്ധതികൾ നമുക്കറിയാം. അപ്പോൾ സമസ്തയുടെ നേരിട്ടുള്ള ആഭിമുഖ്യത്തിൽ തുടക്കം കുറിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ പദ്ധതി എന്ന നിലക്ക് വലിയ ജനാംഗീകാരമാണ് ഈ പദ്ധതിക്ക് കിട്ടിയത്. ഇപ്പോൾ അൽഹംദുലില്ലാ അതിൻ്റെ അഡ്മിഷൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാസത്തിൽ 7ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഉപരിപഠനത്തിൻ്റെ അവസരങ്ങൾ വിവിധ സ്ട്രീമുകളിലായി അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട സവിശേഷമായ കരിക്കുലത്തിലൂടെയുള്ള പഠനാവസരങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെയുള്ള മക്കൾ അവരെ വിവിധ രീതിയിലുള്ള പഠന മേഖലയിലേക്ക് അവരെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ രക്ഷിതാക്കളും. പൊതുവെ മതവിദ്യാഭ്യാസ മേഖലയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുക എന്നത് വലിയ താല്പര്യമായി കാണുന്ന കുടുംബങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകും. അപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക്, സ്കൂൾ പഠനം 7ാം ക്ലാസ് പൂർത്തിയാക്കിയ കുട്ടികൾക്ക് അവരുടെ ഹൈസ്കൂൾ പഠനത്തോടൊപ്പം തന്നെ ഇസ്ലാമികമായ അച്ചടക്കവും ഇസ്ലാമിക വിദ്യാഭ്യാസവും ഒക്കെ നൽകിക്കൊണ്ട് അവർക്ക് അവരുടെ ഹൈസ്കൂൾ പഠനം, തുടർന്ന് ഹയർ സെക്കൻഡറി പഠനം, തുടർന്ന് ഡിഗ്രി പഠനം, അതിനുശേഷം മുത്തവ്വൽ ഇസ്ലാമിക് PG പഠനവും ഉൾപ്പെടെ പൂർത്തിയാക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രീം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി SNECയുടെ കീഴിൽ നിലവിലുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അപേക്ഷ നടപടികൾ ഇപ്പോൾ വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. SNECയുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുതിയ കാലഘട്ടത്തിൻ്റെ അനിവാര്യതകൾക്കനുസരിച്ചുകൊണ്ട് എന്നാൽ പഴമയുടെ തനിമയെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള കരിക്കുലം, പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വളരെ ക്രിയാത്മകമായി സംവിധാനിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി പ്രവേശനം നേടുന്നതോടുകൂടി അവർക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമികമായ അധ്യാപനങ്ങളെ വളരെ മികച്ച അധ്യാപകരുടെ ഉസ്താദുമാരുടെ ശിക്ഷണത്തിൽ തെർബിയത്തോടു കൂടി അനുഭവിക്കുവാനും അവരുടെ ജീവിത രീതിയിൽ തന്നെ അതൊരു മാറ്റങ്ങളായി കൊണ്ടുവരാനും കഴിയും. നമ്മുടെ ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കുട്ടികൾ അവിടെ 24 മണിക്കൂറും റെസിഡൻഷ്യൽ സൗകര്യത്തോടു കൂടി താമസിച്ച് പഠിക്കുന്നവരാണ്. അപ്പോൾ കേവലം വിവരങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം ഒരു ജീവിത രീതിയെ സ്വാംശീകരിച്ചെടുക്കൽ കൂടിയാണ് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ നടക്കുന്നത്. സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന് എഴുന്നേറ്റ് കൊണ്ട് തുടങ്ങുന്ന ഒരു പഠന ദിവസമായിരിക്കും ഓരോ മുതഅല്ലിമിൻ്റെയും. എന്നിട്ട് പിന്നെ അവരുടെ പതിവായിട്ടുള്ള ആത്മീയ ചിട്ടകളും ശീലങ്ങളും, പതിവായി ജമാഅത്ത് നിസ്കാരങ്ങളുടെ പങ്കെടുക്കാൻ കഴിയുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം നിത്യജീവിതത്തിൻ്റെ ഭാഗമാകുന്നു, ആത്മീയമായ ചിട്ടകളും ശീലങ്ങളും ഒക്കെ ഒരുപാട് അഭ്യസിക്കാൻ സാധ്യമാകുന്നു. അതോടൊപ്പം ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും അഭ്യസിക്കുവാനുള്ള സൗകര്യമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്ട്രീമിലൂടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക്, ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, അവർക്ക് ഒരു ആത്മീയ അച്ചടക്കത്തിൽ നിന്നുകൊണ്ട് തന്നെ ജ്ഞാനസമ്പാദനം നേടിയെടുക്കുവാനുള്ള വളരെ വലിയ ഒരു വൈജ്ഞാനിക അനുഭവമാണ് ലഭ്യമാകാൻ പോകുന്നത്. ഇസ്ലാമിക വിദ്യാഭ്യാസ മേഖലയിൽ അനേകം ജ്ഞാനശാഖകളുണ്ട്. ആ ജ്ഞാനശാഖകളിലൊക്കെ വ്യുൽപ്പത്തി ഉണ്ടാവുക എന്നതൊരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിലുള്ള സിലബസ്, കരിക്കുലം, പാഠ്യേതര പ്രവർത്തനങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടണം. അത് കേവലം ഡാറ്റകളായി സ്വീകരിക്കപ്പെടുന്നതിന് പകരം അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് തന്നെ ഇതിനനുയോജ്യമായതാണ്. അവിടെ ഉസ്താദുമാർ കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്നു എന്നതിനപ്പുറം അവർ നടത്തുന്ന മെൻറ്ററിങ്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ മെൻറ്ററിങ്, അവരുടെ പാഠ്യേതര കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ വ്യക്തിഗതമായിട്ടുള്ള സ്വഭാവ
സംസ്കരണത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള മെൻറ്ററിങ് പ്രക്രിയ അതിന് പ്രത്യേകമായി രൂപം നിർണയിച്ചു കൊടുക്കുകയും അത് വിദ്യാർത്ഥികളുടെ മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് SNAC വിഭാവനം ചെയ്യുന്നത്. ഇസ്ലാമികമായ വിദ്യാഭ്യാസ ജ്ഞാനശാഖകൾ, എല്ലാ ജ്ഞാനശാഖകളും, പിന്നെ തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ്, അഖീദ, തസവുഫ്, അതുപോലെ ഇസ്ലാമിക് ഫിലോസഫി, മന്തിഖ്, ഇസ്ലാമിക് ഹിസ്റ്ററി, ഇസ്ലാമിക് സിവിലൈസേഷൻ തുടങ്ങിയിട്ടുള്ള വിവിധ ജ്ഞാനശാഖകൾ, അതോടൊപ്പം തന്നെ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട വിവിധ ഭാഷാ സ്കില്ലുകൾ പരിപോഷിപ്പിച്ചെടുക്കാൻ സാധ്യമാകുന്ന രീതിയിൽ SNEC നേരിട്ട് തയ്യാറാക്കിയിട്ടുള്ള സവിശേഷമായ കരിക്കുലം, അതുപോലെ തന്നെ ഉറുദു, അറബി, ഇംഗ്ലീഷ് ഭാഷകൾക്ക് വേണ്ടിയും SNEC സ്വതന്ത്രമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഭാഷാ ശാസ്ത്ര രീതിക്കനുസരിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള പ്രത്യേകമായ കരിക്കുലങ്ങളും മെറ്റീരിയലുകളും. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ, സമസ്തയുടെ കീഴിൽ പഠിക്കുന്ന മക്കൾ എപ്പോഴും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളിൽ നല്ല ബോധ്യവുമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിലെ വളർന്നു വരുന്ന കണ്ടംപററി ആയിട്ടുള്ള ഇഷ്യൂസുകൾ, അതിൽ കൃത്യമായി നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്നവരും, ഇസ്ലാമിന് പുറത്തുള്ള ശക്തികൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ നിരൂപണം ചെയ്യാനുള്ള വളരെ ഉയർന്ന വൈജ്ഞാനിക ശേഷിയുള്ളവരായിരിക്കണം. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം മെറ്റീരിയലുകൾ തയ്യാറാക്കി. അപ്പോൾ പിന്നെ പുതിയ കാലത്തെ ലിബറൽ ചിന്താഗതികളും മതനിരാസ പ്രവണതകളൊക്കെ വളർന്നു വരുന്ന കാലത്ത് അതിനെ പ്രതിരോധിക്കുവാൻ കുട്ടികളെ പര്യാപ്തമാക്കുന്ന രീതിയിലുള്ള പ്രത്യേകം കരിക്കുലവും അതിനാവശ്യമായ സ്റ്റഡി മെറ്റീരിയലുകളും, സുന്നത്ത് ജമാഅത്തിൽ അഭ്യസിപ്പിക്കുവാൻ ആവശ്യമായ കരിക്കുലം, അതിനുവേണ്ട മെറ്റീരിയലുകൾ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ വിദ്യാർത്ഥികൾ പുതിയ കാലഘട്ടത്തിൽ താല്പര്യപ്പെടുന്ന വിഷയങ്ങൾ ഏതൊക്കെയുണ്ടോ അതിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള കരിക്കുലങ്ങളും പഠന ഉപകരണങ്ങളും ഒക്കെ തയ്യാറാക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അധിക പഠനങ്ങൾക്ക് വേണ്ടി വിവിധ ഓപ്പൺ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരങ്ങളും ഒക്കെ സംവിധാനിച്ചുകൊണ്ടുള്ള ഒരു നൂതനമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് SNEC നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് വളരെ ഉയർന്ന ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രങ്ങളുമായിട്ട് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അക്കാദമിക് സഹകരണങ്ങൾ ഉണ്ടാക്കുവാനും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും SNECക്ക് സാധ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കളെ ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിലെ വലിയൊരു മുതൽക്കൂട്ടാകും. അത് ഈ സമയത്ത് നമുക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 8ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകിക്കൊണ്ടുള്ള നമ്മുടെ ശരീഅ പ്ലസ്, ഷീ പ്ലസ് സ്ട്രീമുകൾ, അതിലേക്കുള്ള അപേക്ഷകൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ ഭൗതിക പഠനത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അവർക്കൊരു മതപരമായൊരു ചുറ്റുപാട്, ധാർമ്മികമായൊരു അന്തരീക്ഷം അവർക്കുണ്ടാകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തുകളിൽ പങ്കെടുക്കുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ശീലമാവുക, ആത്മീയമായ ചിട്ടകളൊക്കെ ജീവിതത്തിൽ പതിവാക്കുക, അങ്ങനെയൊരു ധാർമ്മികാന്തരീക്ഷം. അതോടൊപ്പം തന്നെ ഇസ്ലാമികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ വളരെ വലിയ ഗ്രാഹ്യം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൽ ആവശ്യമായിട്ടുള്ള പ്രാഥമികവും സമകാലികവുമായ വിഷയങ്ങളെ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു ജ്ഞാനബോധം കുട്ടികൾക്ക് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിൽ അവർക്ക് നൈപുണ്യവും ഉണ്ടാകണം. ഇതിന് സഹായകമാകുന്ന രീതിയിൽ SNEC സംവിധാനിച്ചിട്ടുള്ള മറ്റൊരു സ്ട്രീമാണ് ലൈഫ് സ്ട്രീം. അവിടെ ഭൗതിക വിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ നൽകുക, പക്ഷെ ധാർമ്മികമായ ഒരു അച്ചടക്കത്തിലും ആത്മീയമായ ശിക്ഷണത്തിലും ഇസ്ലാമിക് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ അവർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന രീതിയിലുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ലൈഫ് പ്ലസ് സ്ട്രീമുകൾ ആൺകുട്ടികൾക്കുമുണ്ട് പെൺകുട്ടികൾക്കുമുണ്ട്. അവർക്ക് താമസിച്ചു പഠിക്കുവാനും ഈ ഇസ്ലാമിക ധാർമ്മിക അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം അഭ്യസിക്കാനും കഴിയുന്നു. അത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് +2 പഠനം നേടാം, അത് കഴിഞ്ഞ് ഡിഗ്രി പഠനം നടത്താം. അതിലേക്കൊക്കെ സഹായകമാകുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ വിവിധ മത്സര പരീക്ഷകളിലേക്ക് തയ്യാറെടുപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ കാഴ്ചപ്പാടുകളോടുകൂടിയാണ് SNECയുടെ ലൈഫ് സ്ട്രീമിൻ്റെ അതിൻ്റെ അപേക്ഷയും അതിൻ്റെ മറ്റു നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ വരുന്ന ഈ മാസം മാർച്ച് 1 മുതൽ ആരംഭിച്ചിട്ടുള്ള അതിൻ്റെ അപേക്ഷാ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 5-നാണ് അതിൻ്റെ എക്സാം SNEC എൻട്രൻസ് ടെസ്റ്റ് നടക്കുന്നത്, സ്നീറ്റ് നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ പരമാവധി ലഭ്യമായ സീറ്റുകളിലേക്ക് അവർക്ക് പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകിയിരിക്കുന്ന കാര്യത്തിൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേ മാതൃകയിൽ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും SNEC വിവിധ സ്ട്രീമുകളിലായിട്ട് അവസരം കൊടുക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും
അതുപോലെ പിന്നെ മതവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള സ്ട്രീമുകളുണ്ട്, ഭൗതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള സ്ട്രീമുകളുമുണ്ട്. പിന്നെ അതിലേക്കുള്ള പ്രവേശന നടപടികൾ അടുത്ത മാസം ഏപ്രിൽ ആദ്യ വാരം മുതൽ ആരംഭിക്കുകയാണ്. മെയ് പിന്നെ ആദ്യവാരത്തിൽ അതിൻ്റെ എക്സാം നടക്കുകയും ചെയ്യും. അപ്പോൾ 10ാം ക്ലാസ് റിസൾട്ടിനൊക്കെ കാത്തിരിക്കുന്ന നമ്മുടെ കുട്ടികളെ അവരെ മതവിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ SNECയുടെ ശരീഅ അതുപോലെ ഷീ സ്ട്രീമുകൾ, ശരീഅ സ്ട്രീം ആൺകുട്ടികൾക്ക് വേണ്ടിയാണ്, ഷീ സ്ട്രീം പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കുട്ടികളെ അപേക്ഷിപ്പിക്കുക അതിൻ്റെ സമയമാകുമ്പോൾ. അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് +1 സയൻസിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുകയും അതുപോലെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള +1 +2 പഠനം ലഭ്യമാവുക എന്ന താല്പര്യത്തിൽ കുട്ടികൾ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് ലൈഫ് സ്ട്രീം എന്ന് പറയുന്ന നമ്മുടെ പുതിയ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുണ്ട്. SNEC 3 വർഷമായി വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്ട്രീമുകളാണ്. ഈ കഴിഞ്ഞ നമ്മുടെ അഖിലേന്ത്യാ എൻട്രൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള വിജയം നമ്മുടെ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നേടാൻ സാധ്യമായിട്ടുണ്ട്. അപ്പോൾ വളരെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും ധാർമ്മികമായ അച്ചടക്കത്തിലൂന്നിയിട്ടുള്ള പഠനാന്തരീക്ഷവും വളരെ ഉയർന്ന ജ്ഞാനബോധവും പുതിയ വൈജ്ഞാനികാനുഭവങ്ങളുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന SNECയുടെ വിവിധ വിദ്യാഭ്യാസ പദ്ധതികളിലേക്ക് നിങ്ങളുടെ മക്കളെ അതിൻ്റെ ഭാഗമാക്കുകയും നമുക്കൊരുമിച്ച് ഒരു പുതിയ ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.